വ്ലോഗിലേക്ക് സ്വാഗതം. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് എങ്ങനെ നടത്താമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടും മൊബൈൽ യൂസ് ചെയ്തിട്ടും എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ഒരു മീറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു മീറ്റിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിൾ മീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് എന്നുള്ളിടത്ത് ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതെവിടെ ഗൂഗിൾ മീറ്റ് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. മീറ്റ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള meet.google.com എന്നാണ് അതിൻ്റെ അഡ്രസ്സ്. അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജിലേക്ക് കിടക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ്, ഇങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഹോം പേജിൽ എത്തുകയാണെങ്കിൽ ഇവിടെ ഒരു ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൻ്റെ ഹോം പേജിലേക്ക് കിടക്കാവുന്നതാണ്. ഇങ്ങനെ 2-3 മെത്തേഡ് ഉണ്ട് ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജിലേക്ക് കിടക്കാൻ. ഏത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ഏതാണോ, ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഏതാണോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജിലേക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജിലാണുള്ളത്. ഇനി നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ സ്റ്റാർട്ട് മീറ്റിംഗ് എന്നുള്ള ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതല്ല നമ്മളൊരു മീറ്റിങ്ങിൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മീറ്റിംഗ് കോഡ് ടൈപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളൊരു മീറ്റിങ്ങിലേക്ക് നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ജോയിൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു മീറ്റിങ്ങിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് സ്റ്റാർട്ട് എ മീറ്റിംഗ് ആണ്. നമ്മൾക്ക് എങ്ങനെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് അക്കൗണ്ട് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ ഇങ്ങനെ മീറ്റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്ക്രീൻ ഉണ്ടാവുക. ഇവിടെ നമ്മുടെ ക്യാമറ ഓൺ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ ക്യാമറയുടെ ഐക്കൺ കാണിക്കുന്നതാണ്. ആ വീഡിയോ ക്യാമറയുടെ ഐക്കൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് ഓഫായിരിക്കും. അപ്പം ഈ ഒരു റെഡ് കളർ കാണിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ക്യാമറ ഓഫാണ്. നിങ്ങളുടെ വീഡിയോ മറ്റാർക്കും കാണാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ഇപ്പോൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെയുള്ള മൈക്കിൻ്റെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ഓഫാക്കാനും ഓണാക്കാനും പറ്റും. അതുപോലെ തന്നെ മൈക്കും ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യണം. നമ്മളൊരു മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ മീറ്റിങ്ങിൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ജോയിൻ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആഡ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണിക്കുന്നുണ്ട്. അതിലൊരു മീറ്റിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് കോപ്പി ജോയിനിങ് ഇൻഫോർമേഷൻ എന്നുള്ളത്. നമ്മളത് കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സാപ്പ് വെബൊക്കെ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക്, വാട്സാപ്പ് വെബൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മളൊരു മെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ആഡ് പീപ്പിൾ എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ആഡ് പീപ്പിൾ എന്നുള്ളത് നമ്മുടെ അഡ്രസ്സ് ആരുടെയൊക്കെയാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെയൊക്കെ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുന്നു. അതുപോലെ ആരുടെയൊക്കെയാണോ അഡ്രസ്സ് കൊടുക്കാനുള്ള അവരുടെയൊക്കെ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ സെൻഡ് ഇമെയിൽ കൊടുത്താൽ അവർക്ക് ഈ ഒരു മീറ്റിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ നമ്മളൊരു കോപ്പി എന്നുള്ള ഇൻഫോർമേഷൻ എന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് വെബിലൂടെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആർക്കാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇത് സെൻഡ് എന്ന് കൊടുത്ത് അവർക്കിത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. മൊബൈൽ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഈ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന കാര്യമാണ്, ഈ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെയുള്ള ഈ ത്രീ ബട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതെന്ന് പറയുന്നത് വീഡിയോ ക്യാമറ ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്പേസ് ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമറ ഓണും ഓഫും ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യണം, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലീവ് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ഐക്കൺ. അത് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത വരുന്ന ഒന്നാണ് മൈക്കിൻ്റെ ഓപ്ഷൻ. ഞാൻ പറഞ്ഞു ആവശ്യമുള്ളപ്പോൾ നമുക്ക് നമ്മുടെ മൈക്ക് ഓൺ ആക്കാനും അതേപോലെ തന്നെ ഓഫ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ മീറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മീറ്റിംഗ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഈ മീറ്റിങ്ങിൻ്റെ ഇൻഫോർമേഷൻ ഇവിടെയുണ്ട്. ഇവിടെ ഇതായി കോഡ് കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു പറഞ്ഞിരുന്നത് നേരത്തെ, നമുക്കൊരു മീറ്റിംഗ് കോഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചിലപ്പം വാട്സാപ്പ് പിന്നെ മൊബൈലിലൊക്കെ ആയിരിക്കും ഓരോരുത്തരും ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോഡ് അറിയെങ്കിൽ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ കലണ്ടറൊക്കെ വെച്ചിട്ട് ഇന്ന ദിവസം ഒരു ഷെഡ്യൂൾ മീറ്റിംഗ് നടത്തിയെങ്കിൽ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ഒരു മീറ്റിംഗ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് നമ്മളൊരു സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് അറ്റൻഡൻസ്, അതുപോലെ തന്നെ പിന്നെ മ്യൂട്ട് ഓൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനൊക്കെ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റൻഡൻസ് അതുപോലെ തന്നെ ഗ്രിഡ് വ്യൂ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പറയുന്നത് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് കാണാം. അപ്പം നമ്മൾ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഇപ്പം മൈക്ക് ഓഫാണ്, മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് എന്താണോ അതവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് കാണാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷനായിരുന്നു പറഞ്ഞത് പ്രസൻറ്റ് നൗ എന്നുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷനാണിത്. നമുക്കിത് മൊബൈലിലും അവൈലബിൾ ആയിരിക്കും. പ്രസൻറ്റ് നൗ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ, നമ്മൾ ഏതാണോ സ്ക്രീൻ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷീറ്റോ കുട്ടികൾക്ക് കാണിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസോ കാണിക്കണമെങ്കിൽ അത് നമുക്ക് പറ്റും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് നൗ എന്നുള്ളതിൽ. അതിൽ ഞാനിപ്പം ഒരു വിൻഡോ എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ വിൻഡോ എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഏത് വിൻഡോ ആണെന്നുള്ളത് ഷെയർ ചെയ്യുന്നു. ഷെയർ ആൻ ആപ്ലിക്കേഷൻ വിൻഡോ എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്, ഷെയർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ കാണിക്കുന്നുണ്ട് meet.google.com ഈസ് ഷെയറിങ് എ വിൻഡോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഏത് വിൻഡോ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വിൻഡോ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ ഷെയർ ചെയ്ത് ഇത് വെച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ജോയിൻ ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഇതായിരിക്കും ഇപ്പോൾ അവരുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവുക. അതിൽ ക്ലാസ് എടുത്ത് പോകാൻ പറ്റും ഇത് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ഇവിടെ ഞാനത് സ്ലൈഡ് ഷോ കാണിച്ച് ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു സ്ക്രീനായിരിക്കും അവർക്ക് കാണുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതാ കാണിക്കുന്നുണ്ട് meet.com ഈസ് ഷെയറിങ് എ വിൻഡോ. സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മീറ്റിങ്ങിൻ്റെ അകത്തേക്ക് കിടക്കാവുന്നതാണ്. ഇനി അടുത്ത വരുന്ന ഒന്നാണ് മോർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അവിടെ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ചേഞ്ച് ലേഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളിപ്പം എത്ര കുട്ടികളുണ്ടോ 12 കുട്ടികളെ ഒരേപോലെ ഒരേ സമയത്ത് നമുക്ക് കണ്ടുകൊണ്ട് വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ടൈൽഡ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നമുക്ക് ലേഔട്ട് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത പറഞ്ഞത് ഫുൾ സ്ക്രീനാണ്. ഫുൾ സ്ക്രീനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്ന വേണ്ടിയിട്ടാണ് ഫുൾ സ്ക്രീൻ ഉള്ളത്. പിന്നെ വരുന്നത് ടേൺ ഓൺ ക്യാപ്ഷൻസ്, അതിവിടെ നമ്മൾ കണ്ടതാണ്. പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓഡിയോ വീഡിയോ ഒക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ വേറെ ഏതെങ്കിലും ക്യാമറയ്ക്ക് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടുന്ന് പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് ഇവിടെ 2-3 ബട്ടൺ ഉണ്ട്. അതിൽ ആദ്യത്തെ കമാൻഡ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എത്ര പേര് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അവരെക്കുറിച്ചുള്ള പേരുകളും അവരുടെ ഇമെയിൽ അഡ്രസ്സും ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്.
ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് സെൻഡ് ചെയ്യാം. ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിവിടെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ആ മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2-3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെയും പീപ്പിളിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. പിന്നെ ഒരാൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, someone wants to join this meeting. അവരുടെ ഇമെയിൽ അഡ്രസ്സും അവരുടെ ലോഗോയും കാണിക്കുന്നുണ്ടാവും. അഡ്മിറ്റ് എന്ന് കൊടുത്താൽ അവരെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരാളുണ്ട്, അവരെ നമുക്ക് പിന്ന് ചെയ്ത് ടോപ്പിലാക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവരുടെ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവരെ പിന്ന് ചെയ്ത് ടോപ്പാക്കി വെക്കണം. പിൻ ടു സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവരേറ്റവും ടോപ്പായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ പേര് പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ ഏത് സമയം എന്ത് ചെയ്യാം, ഇവിടെ ആയിട്ട് ടോപ്പായിട്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആരുടെയാണോ മൈക്ക് നമ്മൾക്ക് മ്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കിങ്ങനെ ഓരോരുത്തരെയും നമുക്ക് എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എത്ര പേരുണ്ടോ അവരെയൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യാം. പക്ഷേ അൺമ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അൺമ്യൂട്ട് ഓരോരുത്തർക്ക് സ്വന്തമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് എന്തെങ്കിലും പറയുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളുടെയൊക്കെ അവരുടെ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐക്കണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവരെ മെയിനായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളത് സെറ്റ് ചെയ്താൽ അവരെ നമുക്ക് ടോപ്പിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞു, ആ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു മൈനസ് ബട്ടൺ. ആ മൈനസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാലും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് അതിൻ്റെ അകത്ത് തുടരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരെയും നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഗൂഗിൾ മീറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അറ്റൻഡൻസ് കൊടുക്കാനും അതേപോലെ ഗ്രിഡ് വ്യൂവിലൊക്കെ കൊടുക്കാനുള്ളുണ്ട്. അത് വേറൊരു വീഡിയോയിലൂടെ അത് കാണിക്കാവുന്നതാണ്. അപ്പോൾ മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ റിട്ടേൺ ടു ഹോം സ്ക്രീൻ പറഞ്ഞ് ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു മീറ്റിംഗ് കോഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. ആ മീറ്റിംഗ് കോഡ് ഇവിടെ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മീറ്റിംഗ് കോഡ്. അപ്പോൾ ഇതായിരുന്നു ആ മീറ്റിംഗ് കോഡ് വരിക, QITGEPD എന്നുള്ളത്. അത് നമ്മൾ അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് മൊബൈലില്ല, നമ്മളൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിങ്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോഡ് കിട്ടുമെങ്കിൽ ആ കോഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇവിടെ QIT എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. QIT/GEPD എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ നൗ എന്നുള്ള ഓപ്ഷനിലൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ 2 ഓപ്ഷനിലൂടെ നമുക്കൊരു മീറ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കണ്ടു, അതേപോലെ തന്നെ ഒരു മീറ്റിങ്ങിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും കണ്ടു. ഇനി നമുക്ക് എങ്ങനെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റിൽ എങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ അതിൽ ജോയിൻ ചെയ്യാമെന്നും നോക്കാം.